ഗേൾ നല്ലൊരു ത്രില്ലിംഗ് പടമായിരുന്നു. നമ്മുടെ ട്രാഫിക്കിന്റെ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു എന്ന് തോന്നിയ സമയത്ത് പോയി കാണണം ഇന്നലെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ നക്കാപ്പിച്ച ചത്താപ്പച്ച ആ സിനിമ കണ്ട സമയത്ത് അത്യാവശ്യം എനിക്ക് ആ സിനിമ വലിയ സുഖമായിട്ട് തോന്നിയില്ല. എനിക്ക് വലിയ ദഹിച്ചില്ല ആ സിനിമ. അങ്ങനെ ഈ സിനിമ അപ്പൊ തന്നെ കാണണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ നോക്കിയ സമയത്ത് വലിയ ബുക്കിംഗ് ഒന്നും തന്നെ ഇല്ല. അതും ആ മെയിൻ രേവതിയിലെ മെയിൻ ഇതുമല്ല, മെയിൻ ഏതാണ് സ്ക്രീനും അല്ല, OD3 എന്തുവായിരുന്നു, ഒരു ചെറിയൊരു എന്നാലും കുഴപ്പമില്ല. തിയേറ്റർ ഈസ് ഗുഡ്, എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തിയേറ്ററിൽ പോയി ഞാൻ കണ്ടു. സിനിമയെ കുറിച്ച് പറയുവാണെങ്കിൽ നിവിൻ പോളി നായകനാണ് എന്ന് പറയാൻ പറ്റത്തില്ല. അഭിമന്യു ഉണ്ടല്ലോ, നമ്മുടെ ഷമീത്തിലെ മോനായിട്ടുള്ള അദ്ദേഹം നായകൻ എന്നുള്ളതിലോട്ട് സ്ക്രീൻ സ്പേസ് അദ്ദേഹത്തിനെ കൂടുതൽ അദ്ദേഹമാണ്. അതേ സംഗീതം എന്നെ അഭിനയമാണ്. കാരണം അവരാണ് സത്യം പറഞ്ഞ സിനിമയെ കൊണ്ടുപോണത്. കാരണം നിവിൻ പോളി എന്ന് പറഞ്ഞൊരു കാസ്റ്റിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ നടന്മാരല്ലേ, അപ്പൊ ചെയ്യരുത് എന്ന് പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചെയ്ത സമയത്ത് നിവിൻ പോളി നായകൻ എന്നുള്ളിലോട്ട് നമുക്ക് അദ്ദേഹം ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ആളായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹം ഉള്ളത് കൊണ്ട് നിവിൻ പോളിയുടെ സിനിമ എന്ന് പറയാൻ പറ്റും. പക്ഷെ നിവിൻ പോളി അല്ല അതിൽ മെയിനായിട്ടും ഷൈൻ ചെയ്യുന്നത്, അത് ഇവരൊക്കെയാണ്. അത്യാവശ്യം സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ പിടിച്ചിരുത്തി, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് കണക്ക് ഫീൽ ചെയ്തു. പക്ഷേ നമുക്ക് ഒരു എന്താ പറയുക, ട്രാഫിക്കിനെ ഒന്നും കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ട്രാഫിക്കിനൊന്നും കമ്പയർ ചെയ്യാനൊന്നും ഒന്നും പറ്റത്തില്ല. പിന്നെ സിനിമയെ സത്യം പറഞ്ഞാൽ ഒരു ഭാഗത്ത് വരും നമുക്ക് ആദ്യത്തെ ഇപ്പൊ ഒരു സിനിമ തുടങ്ങി ഒരു 2 മിനിറ്റ്സിൽ തന്നെ നമുക്ക് ആ ഒരു ലാഭവും ഇല്ലാതെ സിനിമ പിടിച്ചങ്ങിരുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഇന്നലെ കണ്ട പടത്തിനെക്കാട്ടി എന്തുകൊണ്ടും ഭേദം തന്നെയായിരുന്നു ഈ പടം. പക്ഷെ ഈ പടം കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. കാരണം ഇതിൽ വലിയ പ്രൊമോഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. എങ്ങനെ നോക്കിയാലും പ്രൊഡ്യൂസറിന് നല്ല പ്രോഫിറ്റ് ആണ് ഞാൻ നോക്കിയ സമയത്ത്. കാര്യം വലിയ രീതിക്ക് ഒരു മാർക്കറ്റിംഗ് ഞാൻ കണ്ടിട്ടില്ല. സിനിമ തിയേറ്റർ ഞാൻ ബുക്ക് മൈഷോയിൽ ഒന്നും ബുക്ക് ചെയ്തില്ല, നേരെ തിയേറ്ററിൽ പോയി എടുത്തപ്പോൾ സെൻട്രൽ സീറ്റ് തന്നെ എനിക്ക് കിട്ടി. കാരണം അത്രയ്ക്കേ ഉള്ളൂ സിനിമ. സിനിമയെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു നല്ലൊരു കഥയാണ് കേട്ടോ, നല്ലൊരു കഥയാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ കാണേണ്ട പടം കൂടിയാണ് കേട്ടോ. പിന്നെ പറയാൻ ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും എന്തൊക്കെയോ ചെറിയ രീതിക്ക് സെക്കൻഡ് ഹാഫ് കുറച്ച് വലിച്ചു നീട്ടി മാറ്റി നിൽക്കുവാണെങ്കിൽ സിനിമ ഈസ് നല്ലൊരു പടമാണ്. എന്തുകൊണ്ടും നിവിൻ പോളിയുടെ ഒരു കംബാക്കിൽ, ഇപ്പൊ സർവമായ കംബാക്കിൽ ചേർക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. എങ്ങനെയായാലും ഈ സിനിമ അത്യാവശ്യം നല്ല രീതിക്ക് ഹിറ്റ് അടിക്കും. അടുത്തൊരു സിനിമ ഇറങ്ങുന്നവരെ ഞാൻ കാത്തിരിക്കണം. ആദ്യം എനിക്കുള്ളൊരു ഹോബിയാണ് ഈ സിനിമ കാണല്. ഓക്കെ, ബൈ.